ഭരണ മന്ത്രി ആരെയും വെട്ടിക്കൊള്ളാൻ തയ്യാറായി. ഈ സമയത്ത് 11 മണിക്ക് മരത്തിൽ തോന്നിരുന്ന പിശാചിനോട് വന്ന് നീ മരിക്കും. അങ്ങനെ 5 മണിക്ക് ഇരുന്നപ്പോൾ 6 മണിയായപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പിന്നിൽ വന്നു, നീ മരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ മദ്യപാനവും ഉപദ്രവവും കട്ടിയായതുകൊണ്ട് മരിച്ചേക്കാന്ന് വിചാരിച്ച യേശു പറഞ്ഞു, നീ മരിക്കരുത്, നിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യും. എൻ്റെ ഭാര്യയെ കുറിച്ച് വാഴത്തിനും മമ്മയെ കുറിച്ച് പറഞ്ഞ അവര് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. ഭാര്യയും ഭർത്താവാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. അവരെന്നോട് ഒന്ന് അപ്പച്ചനാണ് വിളിക്കുന്നത്. അപ്പച്ചൻ ഞാൻ മരിച്ചിട്ട് അവസരം വിളിക്കുന്നത്. ഈ കർത്താവ് എന്നോട് നിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആയുഷ്യൊരിക്കലും മരിക്കില്ല, ആത്മഹത്യ ചെയ്യില്ലെന്ന് ശബ്ദം ചെയ്തു. ഈ 2 കാര്യം പറഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാൻ ഇപ്പൊ കർത്താവ് ഇവിടെ ഉണ്ട്. നമ്മൾ കൂടി വരുന്നിടത്തൊക്കെ അത് നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് അത്രമാത്രം ഒന്നും ചിന്തിക്കാനും നീക്കാനും കഴിയാത്ത ഒരു അവസ്ഥയാണ്. അത് പറയാൻ കാരണം ഞാൻ ദാനപ്പെടാൻ ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്നു. തെരുവരുത്തി തെറ്റിട്ടില്ല, മനുഷ്യവർഗത്തിന് തെറ്റുപറ്റി. ഈ വാക്കാണ് ഞാൻ മാറ്റാൻ പറ്റി ദാനപ്പെട്ടത്. ഇപ്പൊ ഞാൻ പറയേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നീ മരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 2 മക്കളെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അവർക്ക് ജോലി നല്ലതാണ്. ഞാൻ പറഞ്ഞു, മക്കളെ 2 പേരെയും അവരെ അവിടെ അച്ഛനെ കൊണ്ടുപോകണം. എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല. അവിടുന്ന് കാര്യം പിള്ളേർ പോയി ബോംബെ ബറോഡ അത് മാവച്ചൻ എന്നെ വിട്ട പോകും. അവനെ അതെങ്ങോട്ടാ വിട്ടത്? പോയി ഭൂട്ടാനിലേക്ക് പോയി. അപ്പോ മറ്റവൻ പോയി പുറമൊക്കെ ചുറ്റി വന്നു. ഇപ്പം ഭൂട്ടാനിൽ പോയപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിൽ ഒരാളെ എറണാകുളത്തിലേക്ക് എൻ്റെ അനിയന്മാരുടെ അടുത്തും അപ്പൻ്റെ അടുത്തും 1200 വീടുണ്ട് കുഞ്ഞിപ്പള്ളിക്ക്. 15 പേരാണ് ഞങ്ങൾ സ്ഥാനപ്പെട്ടത്. എൻ്റെ കൊച്ചുകൾ കഴിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് വീട്ടിക്കാൻ ഒരാളെ അത് അവിടെ ഇവനൂടെ കൊണ്ടാക്കി പോകും. ഞാൻ പറഞ്ഞു കഴിഞ്ഞ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പാവത്തിനോട് ആരാണ്ടൊക്കെ പറഞ്ഞ് എറണാകുളം ജില്ലയിൽ ഞാൻ അവിടെ കൊണ്ടാക്കി. ഞാൻ പറയുന്നതിൻ്റെ ലക്ഷ്യം കൂടുതൽ സമയം പറയാനല്ല. നമ്മൾ ദൈവവചനം ആൾക്കാർ രക്ഷിക്കപ്പെടാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം യേശു പറഞ്ഞു. എല്ലാവർക്കും അറിയാം, എങ്കിലും ഓർത്തിച്ച് പറയുകയാണ്. ഞാൻ വാദിക്കരുന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി പല ദൈവദാസന്മാരിൽ നിന്ന് സംസാരിക്കുമ്പോൾ കർത്താവ് അക്ഷരമായി പറയുക. ആ വചനം ഏറ്റെടുത്താൽ ഇപ്പോൾ ആരിലെങ്കിലും നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവവചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് കർത്താവില്ലാതെ പോയാൽ ഇവനൊരു സമാധാനം മരണത്തിന് വളരെ വിളിച്ച് പറയാനുണ്ട്. അപ്പൊ ഞാൻ അതിനൊന്നും പറയാതെ ആ പിള്ളേരെ വിട്ടപ്പോൾ എനിക്ക് ഞാൻ
പാസ് ഇറക്കി വിളിക്കും. എനിക്ക് വന്ന പുള്ളിയെ പാസ് വിളിച്ച് ദൈവം സുചേതകൾ വന്നാണ് രക്ഷപ്പെട്ടേ. ഇവർ രണ്ടുപേരും ഇപ്പൊ പോയില്ലേ. ഞാൻ പണത്തിനോ താല്പര്യമോ ഒന്നും വേണ്ട. അപ്പൊ എന്നോട് കർത്താവ് സംസാരിച്ചത് മുഴുവൻ പറയാൻ പറ്റില്ല. ഒന്നല്ല രണ്ടല്ല, മരിക്കാനും വെള്ളം എന്നിട്ട് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. ഞങ്ങൾ അടുപ്പിച്ച് ഒരു വീട് വന്നാൽ കിട്ടുമ്പോൾ 4 മക്കൾ. 5-ാമത്തെയാണ് വാർത്ത. 5-ാമത്തേത് 3 മാസമായി. വീട് പണിയാൻ 10 വർഷം പണിയെടുക്കുമ്പോൾ രാത്രി 1 മണിക്ക് ഒരു പാമ്പെൻ്റെ വലത്ത് വാസ്തു വീണു. ഞാൻ നോക്കിയപ്പോൾ പിള്ളേരുടെ അടുത്ത് ഭാര്യയുടെ അടുത്തുള്ള ഞാൻ ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അല്പം കേൾപ്പിച്ച് ആലേക്കലായിരിക്കും മാറി നിന്നു. ഞാൻ പിള്ളേരെ എണിച്ചിട്ട് അതിനെ തല്ലിക്കൊണ്ടു. എത്ര മരണം എൻ്റെ മുമ്പിൽ പറഞ്ഞു തീർക്കാൻ വയ്യാത്ത അവിടെ എല്ലാം വെള്ളത്തിൽ മുക്കിക്കൊല്ലാനും ശക്തമായി പിശാചി പണിയും. അവിടെ എല്ലാം തമ്പരാൻ വന്ന് എനിക്ക് രക്ഷപ്പെടാം. അപ്പൊ ഞാൻ പറയുന്നത് ദൈവവചനം ഉപേക്ഷിച്ചാൽ നമ്മൾ പ്രസംഗിച്ചാലും പറഞ്ഞിട്ട് കേറില്ല. ഈ മുട്ടുന്നത് നമുക്ക് തുറന്നു കൊടുക്കണം. വെറുതെ ശുദ്ധിയുള്ളവർ ഭാഗ്യവാനാണ്. അവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ എല്ലാവരോടും യേശു അപ്പച്ചൻ നമ്മളെ അപ്പൻ എഴുതിയിട്ടുണ്ടല്ലോ. മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഒരപ്പൻ്റെ സ്ഥാനത്ത് അല്ല യേശു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു വാക്ക് വാചനം തെറ്റിയില്ല. അതെന്താണെന്ന് വെച്ചാൽ മാമോദിസ കൊച്ചിനെ മുക്കുക. അത് ബൈബിളിലില്ലല്ലോ. അനേക സഭകളില്ലേ. അത് കൊച്ചിനെ മുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു മാസ്റ്ററോട് പറഞ്ഞു അത് വേണ്ടെന്ന്. അന്നാണ് കർത്താവിനോട് അപ്പൊ ഞാൻ സ്ഥാനപ്പെടാനായിട്ട് പോയി. എങ്ങനെയാണ് നടന്നു? തിരുവനന്തപുരത്ത് തെറ്റിയിട്ടില്ലെങ്കിൽ അപ്പസ്തോലപ്രവൃത്തിയിൽ 3000 പേര് രക്ഷപ്പെട്ട് ഒരു സ്ഥാനപ്പെട്ടതല്ലേ. കൊച്ചിനെ മുക്കയോ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ എങ്ങനെ ദൈവം ഇന്നും അന്നും എന്നെ നടത്തുന്നു. എന്നെ മരിച്ചു പോകുന്നത് ദൈവത്തോട് നമ്മളൊന്ന് അടുത്ത് നിന്നാലേ അതറിയുള്ളൂ. മരിച്ചു പോവാൻ ഞാൻ ദൈവത്തോട് മരിച്ചു പോവാൻ ഇപ്പോ ഞാൻ മരിക്കുന്നത് എന്നോട് ഞാൻ 15 വർഷത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് ചോദിച്ചു. അവിടുന്ന് എന്നെ വിട്ടതാണ് പാവച്ചൻ സംഭവിച്ചു അവിടെ വന്നത്. ഇന്നും കൂടുതൽ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ കൂടി വരുന്നിടത്തും നമ്മളോട് കൂടി ഒരു കൊച്ചിന്റെ കർത്താവ് നമ്മളോടുകൂടെ ഉണ്ട്. ഏത് ദുരിതത്തിലും കഷ്ടത്തിലും ഏത് ശക്തിയുടെ മുമ്പില് യേശുപ്പച്ചൻ നമ്മളോടുകൂടെ ഉണ്ട്. രക്തം കൊടുത്ത് വിലക്കെടുത്തതാണ്. അത് നമുക്കൊന്ന് വിശ്വാസത്തേക്ക് കയറണ്ടേ. ദൈവം വിളിച്ചാലല്ലേ. ഞാനിന്ന് 2 ആണുങ്ങൾ ഞങ്ങൾ സ്ഥാനപ്പെട്ട് കർത്താവ് 5 കൊല്ലം പോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് 10 വിശ്വാസികളെ തന്നില്ല തന്നെ അങ്ങോട്ട് പറഞ്ഞു. ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്. ഒരു വാക്ക് കേട്ട് പറഞ്ഞാൽ പോയി. അത് അങ്ങനെ വിളിച്ചോളാന്ന് പറഞ്ഞതിന് 15 വർഷത്തിൽ ആഴ്ച നീട്ടി ചെയ്ത. ഇപ്പൊ ഞാന് 17ാമത്തെ വർഷം നിൽക്കണേ. മരിക്കേണ്ട കാര്യം വന്നു. ഇത് പല നിലയിലും ഇനിയിപ്പോ എപ്പോഴാണ് എൻ്റെ നീക്കം, ഞാൻ എവിടെ വേണമെന്ന് കർത്താവിന് ഉപേക്ഷിച്ച് നമ്മൾ നീങ്ങിയാൽ അത് നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും വലിയ ബുദ്ധിമുട്ടാണ്. കർത്താവ് എന്നോട്
ഒരു തീരുമാനത്തിന് വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ചപ്പോ എൻ്റെ അകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറഞ്ഞപ്പോ 3 അഞ്ചേക്ക് സ്വസ്ഥമായി പറഞ്ഞു. തിരുവെഴുത്ത് തെറ്റിച്ചില്ല. അപ്പോ ആ വാക്ക് ഇന്ന് അല്ലൊരു പറഞ്ഞ ആരും കേൾക്കാനല്ല, ദൈവം എന്നെ കൊണ്ട് പലപ്പോഴും അവൾക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞ അല്ലേലും ഒന്ന് പറയാനാണ് ഇപ്പോൾ തിരുവഴുത്ത് തെറ്റിയിട്ടില്ല. മനുഷ്യവർഗത്തിന് തെറ്റുപറ്റി 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് ആരെങ്കിലും ഇത് കാണുമ്പോൾ എനിക്ക് ഞാൻ പലരും തന്നെ മദ്യപിച്ചവർക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എടുത്ത് പറയുന്നത് എന്നോട് കർത്താവ് സംസാരിച്ച നിലയ്ക്ക് ദൈവവചനം ലംഘിക്കരുത്. 5-ാം ഇവിടെ ഇതിങ്ങനെ അപ്പോസ്തലത്തിന്റെ 5-ാം അധ്യായത്തിലെ അനന്യാസിന്റെ പേര് വിട്ടല്ലോ. അവരത് വിട്ടിട്ട് കുറച്ച് കാശ് എടുത്തു വെച്ചു. പത്രോസ് അപ്പോസ്തലന്റെ അടുത്തേക്ക് ശിഷ്യന്മാരെ അടിച്ചു. അവിടെ ചെന്നപ്പോ എല്ലാവരും അയക്കുകയാണത്. അവിടെ ചെന്നപ്പോ ഇത്രക്കാണോ സ്ഥലം കിട്ടിയത്? അത്രക്കാ വിട്ടതെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു. അത് ആർക്കും വായിച്ചു നോക്കാം. പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു പറഞ്ഞപ്പോൾ ദൈവത്തോടാണ് വ്യാജം കാണിച്ചു. അവിടെ മാറ്റുന്നു പിന്നെ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് ഭാര്യ വന്നപ്പോഴും അത് ഇത്ര കാണും സ്ഥലം കിട്ടിയത്. അതിൽ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്ന് അവനെ കുറിച്ചിട്ട് ഇന്ന് നമ്മൾ ജീവിക്കാൻ യോഗ്യതായിട്ട് ആരും തന്നെ ഇല്ല. ദൈവത്തിന്റെ ദയ കൊണ്ടാണ് ഓരോ ദിവസവും ആ പല പ്രാവശ്യം കർത്താവിനോട് സംസാരിച്ചിട്ട് അതൊക്കെ പറഞ്ഞാല് കർത്താവിനോട് എന്ത് ചെയ്യാല് ഈ ഉപവാസ പ്രാർത്ഥന ശക്തമായി ഞാൻ പറയുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ പല കാര്യങ്ങളും ചെയ്യും. ഉറപ്പായി നിൽക്കുക. എല്ലാവരും വിളിച്ചില്ലെങ്കിലും ഈ ഉപവാസത്തില് ദൈവദാസന്മാരെ ശക്തീകരിക്കുകയും അവരിൽ കൂടി, കാരണം ആവശ്യം സംസാരിക്കുമ്പോൾ ആവശ്യമല്ല സംസാരിക്കുന്നത്, നമ്മളെ നോക്കിയല്ലേ സംസാരിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ നമ്മൾ ഈ വചനം ഇപ്പോഴത്തോട്ട് വചനം അനുസരിച്ച് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞു എങ്കിലും എനിക്ക് എന്റെ താല്പര്യം ഒരുപാടുണ്ട്. അതുകൊണ്ട് ദൈവകൃപയില് ഇനിയുള്ള സമയം വചനം വേണമെങ്കിൽ പലരും കാണണം. ഇങ്ങനെയുള്ള അവസരം കിട്ടിയതുകൊണ്ട് ദൈവത്തെ കഷ്ടത്തിൻ കോട്ടയിലാക